So, traditional non-mechanics fishing crafts of India. കറ്റാമരനാണ് നോക്കുന്നത്. കെട്ടുമരം. The word originates from the Tamil term കാട്ടുമരം. കെട്ടുമരമാണ് ശരിക്കും. It is a primitive craft constructed by tying together 3 to 7 wooden logs. It is highly dominant along the surf-beaten east coast of India, Tamil Nadu and Andhra Pradesh, and parts of Kerala. It relies entirely on sails and oars for propulsion. തമിഴ് വാക്കായ കെട്ടുമരം എന്നതിൽ നിന്നാണ് കാറ്റുമരം എന്ന പേരുണ്ടായത്. ഭാരം കുറഞ്ഞ 3 മുതൽ 7 വരെ മരത്തടികൾ ഒരുമിച്ച് കെട്ടിയാണ് ഇത് നിർമ്മിക്കുന്നത്. ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളത്തിന്റെ ചില ഭാഗങ്ങളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. തുഴകളും പായ്ക്കളും ഉപയോഗിച്ചാണ് ഇവ നിയന്ത്രിക്കുന്നത്. ഡക്കൌട്ട് dugout canoe, വഞ്ചി, വള്ളം തോണിയൊക്കെ പറയും. These crafts are constructed by scooping out or scooping wood from a single large tree trunk such as mango or jackfruit wood. Widely popular along the southwest coast of India, particularly Kerala, where it is locally known as panchi or thoni. They have excellent stability in calm waters but are limited in carrying capacity. മാവ്, പ്ലാവ് തുടങ്ങിയ വലിയ വൃക്ഷങ്ങളുടെ തടികളുടെ ഉള്ളു തുരന്ന ഒരു വള്ളത്തിന്റെ രൂപത്തിലാണ് ഡഗൌട്ട് കനോനുകൾ അല്ലെങ്കിൽ തടിത്തോണികൾ നിർമ്മിക്കുന്നത്. കേരളം ഉൾപ്പെടെ ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരങ്ങളിൽ ഇവ വളരെ ജനപ്രിയമാണ്. ശാന്തമായ കടലിൽ മികച്ച സ്ഥിരതയുള്ള ഇവയ്ക്ക് പക്ഷിക്കൂടുതൽ ഭാരം വഹിക്കാനുള്ള ശേഷി കുറവാണ്. Plank built canoe, പലകത്തോണി, an evolution of the dugout canoe, where the side margins are heightened by the reverting or stitching wooden planks together using a coil ropes. This increases the vessel depth and fish carrying capacity. They are widely used across both east and west coast of India. തടിത്തോണികളുടെ പരിഷ്കരിച്ച രൂപമാണിത്. കൂടുതൽ ആഴവും മീൻ സൂക്ഷിക്കാനുള്ള ശേഷിയും കൂട്ടാനായി തോണികളുടെ വശങ്ങളിൽ പലകകൾ, കയറുകളോ ആണികളോ ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്നു. ഇന്ത്യയുടെ ഇരു തീരങ്ങളിലും ഇവ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. മസൂല ബോട്ട്, a unique non-rigid boat made of planks stitched together with coir twine without any internal iron ribs. The seams are packed with straw or hemp to make the watertight. This design gives the boat immense flexibility to absorb the heavy shock of island surf waves hitting the sandy beaches of Andhra Pradesh and Orissa. ഇരുമ്പാണിക്ക് പകരം പലകകൾ, ചരടുകളും കയറുകളും ഉപയോഗിച്ച് തുന്നിച്ചേർത്ത് നിർമ്മിക്കുന്ന പ്രത്യേകതരം വള്ളമാണിത്. തിരമാലകളുടെ ആഘാതം താങ്ങാൻ ഇവയ്ക്ക് വഴക്കമുള്ള നിർമ്മിതി സഹായിക്കുന്നു. ആന്ധ്രാപ്രദേശ്, ഒഡീഷ തീരങ്ങളുടെ ശക്തമായ തിരമാലകളെ പ്രതിരോധിക്കാൻ ഈ വള്ളങ്ങൾ വളരെ അനുയോജ്യമാണ്. Dinghy and chandi. These are well-designed plank-built boats used primarily in the northern east coast region, specifically West Bengal and Odisha. They are built with a narrow bow and stern, designed efficiently for operation in estuaries and calm coastal waters using long oars. പശ്ചിമ ബംഗാൾ, ഒഡീഷ തീരങ്ങളിൽ കാണപ്പെടുന്ന പായ്വള്ളങ്ങളാണ് ഡിങ്കിയും ചണ്ടിയും. പലകകൾ കൊണ്ട് നിർമ്മിച്ച ഇവയുടെ മുൻഭാഗം പിൻഭാഗവും വീതി കുറഞ്ഞ് കൂർത്ത രൂപത്തിലായിരിക്കും. നദീമുഖങ്ങളിലും ശാന്തമായ കടലിലും തുഴയാൻ ഇവ വളരെ എളുപ്പമാണ്.